അതുകൊണ്ട് ഈ ഓണം നമ്മൾ തൂക്കും. പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പൊ ഞാൻ ആയിരിക്കണമല്ലോ. ഇൻട്രസ്റ്റ് ആണോ? ബോൺ ആർട്ടിസ്റ്റ് ആണ്, അതാണ് ബോൺ അടിച്ചിട്ട് പോലീസ് റോളിലാണ് വരുന്നത്. എന്താണ് റോളിനെ പറ്റിയെന്ന് പറയാമോ? പോലീസ് റോളിലാണ് ബാഡ് ബോയ്സിൽ വരുന്നത്. എടാ അബാമിന്റെ പടം കഥയൊന്നും അറിയില്ല. വിളിച്ചു പറഞ്ഞു. ഞാനിവിടെ ഭയങ്കര തള്ളൊക്കെ തള്ളിട്ടിരിക്കണം. ഞാൻ കഥ കേട്ട് ത്രില്ലടിച്ചിട്ട് പൊളിക്കല്ലേ പ്ലീസ്. ഒന്നും അറിയില്ല. ഷീൽ ചേച്ചിന്റെ അബ്രാന്റെ പടം പോവാ ചെയ്യാൻ വരും. അത്രേ ഉള്ളൂ. 4 ദിവസം അഭിനയിച്ചു. ഫുൾ പടത്തിൽ സെക്കൻഡ് ഹാഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ മനസ്സിലല്ലേ പറഞ്ഞല്ലോ, ഒരു ദിവസം എത്ര മിനിറ്റ് വിട്ടേ കൂട്ടിയത് വേണം. ഞങ്ങളിവിടെ ഇത്രയും നേരം പ്രസ് മീറ്റ് നടത്തിയല്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാന്റെ ഒരു പ്രസ് മീറ്റിന്റെ ആ ഒരു വൈബ് ഇവിടെ ഉണ്ടായിരുന്നു. അതിന് പ്രത്യേക വല്ല കോഴ്സ് വർക്ക് കൊടുത്തിരുന്നു. അതായത് പടം ഇറക്കുന്നതിന് മുമ്പ് ഇന്റർവ്യൂവിലെല്ലാം നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് വല്ല റഹ്മാനിക്ക് കാണുന്ന വരുന്ന ആയിരുന്നില്ല സെറ്റില്. റഹ്മാനിക്ക് പിന്നെ താഴോട്ട് ഇറക്കി 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 ആദ്യം ICSE CBSE ആയിരുന്നു. പിന്നെ താഴോട്ട് 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 അങ്ങനെ ഒന്നും അടിച്ചില്ലേ ഇവിടെ. ഒന്ന് ഫ്ലോ മൂടായി കഴിഞ്ഞാൽ തുടങ്ങിക്കോളാം. കൈക്ക് വയ്യാതെ ധ്യാൻ ചേട്ടൻ ഒറ്റയ്ക്ക് കാർ ഓടിച്ചു അതിന്റെ ഡെഡിക്കേഷനെ പറ്റി 2 അല്ല, ഈ 4 ദിവസം ധ്യാൻ വന്നിട്ടുള്ളൂ. പക്ഷെ പടത്തില് ഇമ്പാക്ട് ടോട്ടൽ സെക്കൻഡ് ഹാഫ് മതിയാ. ധ്യാൻ തന്നെ ഞെട്ടിപ്പോയി. ധ്യാൻ ഡബ് ചെയ്യാൻ വന്നിട്ട് 2023-24 കാലഘട്ടത്തിൽ ധ്യാൻ ചേട്ടനാണ് കൂടുതൽ പടങ്ങൾ ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഡയറക്ടേഴ്സ് അസോസിയേറ്റ് ചെയ്തിട്ട് ഏക നടൻ ധ്യാൻ ശ്രീനിവാസനാണ്. അപ്പൊ അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഒമർലുലു എന്ന ഡയറക്ടർ? ബംഗാളിയെ പോലെ പണിയെടുപ്പിച്ചു. എന്ത് വ്യത്യാസം മറ്റുള്ള ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ എന്താണ് പഠിക്കാൻ പറ്റിയില്ല ഒമർലുലു എന്ന ഡയറക്ടറിൽ നിന്ന്? ഏത് മറ്റേ മോശ സാഹചര്യത്തിലും എങ്ങനെയൊക്കെ അത് തരണം ചെയ്ത് ഒരു സിനിമ ചെയ്യാന്നുള്ളതും പിന്നെ ഒരു ആ സമയത്തല്ലേ എന്റെ കേസ് നടക്കുന്നു, പ്രശ്നങ്ങൾ നടക്കുന്നു, അതൊന്നും തന്നെ സെറ്റിലോ അല്ലെങ്കിൽ ഒരു രീതിയിലും കാരണം അങ്ങനെ ഒരു സംഭവം വന്നിട്ട് പോലും അത് സിനിമേനെയോ, കാരണം നമുക്ക് പേഴ്സണൽ ലൈഫിൽ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും സിനിമയെ ബാധിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ ആ പ്രശ്നം എന്താ പറയുക മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് ഒരു എക്സ്പോഷണൽ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നും കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളെ എന്താ പറയാ സെറ്റില്, പക്ഷെ നമുക്ക് എന്നെ വിശ്വസിച്ചിട്ടാണ് ഇവരെല്ലാവരും ഡേറ്റ് തന്നിട്ടുള്ളതും പ്രൊഡ്യൂസർ പൈസ ഇറക്കിയിട്ടുള്ളതും. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടേതാക്കി മാത്രം മുന്നോട്ട് പോവാന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള ജീവിതത്തില്. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾക്ക് നടുവില് പക്ക നമ്മള് സെറ്റ് ഹാപ്പി ആക്കി കൊണ്ടുപോയി അങ്ങനെ ഷൂട്ട് ചെയ്ത പടം എന്ന് വെച്ചാൽ കോമഡി പടമാണ്, ഹ്യൂമറാണ്. അപ്പൊ അങ്ങനെ പടം ചെയ്യുമ്പോ ഒരു സൈഡിൽ ഇത്രയും പ്രശ്നങ്ങൾ, മാനസികമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഇക്കാതെ നമ്മളെ ആരെയും തന്നെ നമ്മള് ഷൂട്ട് ചെയ്ത അന്നത്തെ ദിവസം മാർക്കറ്റിലൊക്കെ ഷൂട്ട് ചെയ്ത സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര ഇത്രയും പ്രശ്നം പറഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്. അതിലെല്ലാരും ഹീറോസ് ആണ്. എല്ലാരും ഒരു ഫ്രെയിമിന്റെ ഉള്ളിൽ മേക്ക് കൊണ്ടുവരുന്ന പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെ. അതിന് ഒരു എന്താ ടാലന്റഡ് ഡയറക്ടറിന് ഇത് പറ്റൂ അല്ലേ? ഈ പല ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സും പറഞ്ഞ് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ സീൻസിലൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സ് എത്രത്തോളം ഭംഗിയായിട്ട് അഭിനയിക്കും, അതോടൊപ്പം നമ്മുടെ പെർഫോമൻസ് അപ്ലിഫ്റ്റ് ചെയ്യും എന്ന തരത്തിലേക്ക് പറഞ്ഞു. ഇപ്പം ഇപ്പൊ റഹ്മാൻ സാറാണെങ്കിലും ബാബൻ ചേട്ടനൊക്കെ ആണെങ്കിലും വേറെ ടെറൈനിൽ ഇരിക്കുന്ന ആക്ടേഴ്സ് ആണല്ലോ.
ഓൾഡ് സ്കൂൾ മുതൽ എന്താ പറയുന്നുണ്ടോ അതറിയുന്ന പറ്റി അപ്പൊ മനസ്സിലായി. അപ്പം അവരുമായിട്ട് പെർഫോം ചെയ്യാൻ നേരത്തുള്ള ഒരു ഇത് എങ്ങനെയുണ്ടായിരുന്നു? എടാ പക്ഷെ എന്റെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ കുറച്ച് കാലയളവിലുള്ള എന്റെ എക്സ്പീരിയൻസ് റഹ്മാനിക്കൊക്കെ ഇല്ലല്ലോ. അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞ നമ്മള് ഓപ്പോസിറ്റ് ഇവരോട് നിൽക്കുന്നത് തന്നെ നമ്മളൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും. കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ കണ്ട് എന്താ പറയുക നമ്മുടെ മനസ്സിലൊക്കെ തങ്ങി നിന്ന ഒരു മുഖമാണ് റഹ്മാനിക്കയുടെ. ഇന്നത്തെ മറ്റേ എന്താ പറയുക റൊമാൻറ്റിക് ഹീറോ ആണല്ലോ. അപ്പൊ ഇക്കേന്റെ ഓപ്പോസിറ്റ് നമ്മൾ നിൽക്കുന്ന സമയം നമ്മൾ നന്നാക്കണം, അല്ലെങ്കിൽ നമ്മളെ നന്നായി ചെയ്യണം, നമ്മൾ കാരണം ആ സീൻ കൊളാവാൻ പാടില്ല എന്നുള്ള ടെൻഷനായിരുന്നു. ഫസ്റ്റ് എനിക്ക് ഭവനോട് കോമ്പിനേഷൻ ഇല്ല. എനിക്ക് ഇക്കയുടെ കൂടെയും ഇക്കേന്റെ ഗ്യാങ് ബാഡ് ബോയ്സിന്റെ കൂടെയാണ് എന്റെ കോമ്പിനേഷൻ മൊത്തം. അപ്പം ബാക്കി വിപിനും മാത്സിനൊക്കെ നമുക്ക് നമ്മളെ സമപ്രായക്കാരാണ്, സെന്തിലായിക്കോട്ടെ. ഇക്കേന്റെ കൂടെ അതല്ല. അപ്പൊ നമ്മൾ തെറ്റിക്കരുത്, നമ്മളത് കറക്റ്റായിട്ട് കൊണ്ടുപോകണം. പക്ഷെ ഭാഗ്യത്തിന് അന്ന് ഞാൻ വന്ന ദിവസം ഇക്ക കുറെ തവണ തെറ്റിച്ചു. ഒരു വാക്കിൽ ഉടക്കിപ്പോയി, കുന്നംകുളം. ഇക്കൊക്കെ ഒരു വാക്ക് ആ പേരൊക്കെ കിട്ടിയില്ല കറക്റ്റ്. അത് ഏതോ ഒരു കുന്നംകുളത്തിന് ഒരു എന്തോ ഇക്ക അവിടെ ഉടക്കി കുന്നമംഗലോ. അപ്പൊ എനിക്കൊരു ധൈര്യം വന്നു. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം നമ്മൾ ഇതുപോലെ ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി വേറെ തന്നെയാണ്. അപ്പൊ നമ്മള് എന്താ പറയണ്ട ആ സീൻ എത്രത്തോളം നമ്മളെ കാരണം എന്താ പറയണ്ട മോശമാകാൻ പാടില്ല. പിന്നെ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് ഭീകരമാണല്ലോ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് നമ്മുടെ കോമ്പിനേഷൻ സീനൊക്കെ തന്നെ നമ്മൾ ഭയങ്കര ആസ്വദിച്ച് ചെയ്തിട്ടുള്ള ആ സിനിമയിൽ തന്നെയുള്ള ഏറ്റവും രസകരമായ എനിക്ക്. കാരണം ഇവർക്ക് ഒരുപാട് വേറെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീനുകളും എല്ലാം ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ള സീനുകളായിരുന്നു. ഞാൻ വന്നു പോയിരുന്ന സീനുകളൊക്കെ ഭയങ്കര ആസ്വദിച്ച് ചെയ്തതാണ്. പോലീസ് സ്റ്റേഷനിൽ താടി വെച്ചതിനെ പറ്റി നമ്മൾ സംസാരിച്ചാൽ അപ്പം ബ്ലേഡ് അലർജി ഉള്ള ആളായതുകൊണ്ടാണ് പടത്തിൽ ചെയ്യണം കൊണ്ട് അങ്ങനെ നിർബന്ധമാണ്. ചേട്ടൻ നിർബന്ധിച്ചാണ് ഇതൊക്കെ വെച്ചാൽ മതി തോന്നി. അല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ധ്യാന്റെ അടുത്ത് ചെന്ന വഴിക്കാണ് ഞാൻ പറഞ്ഞിരുന്നു താടി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് കുഴപ്പമില്ല, എനിക്ക് രക്ഷ ഷെട്ടിയാണ് എന്റെ മനസ്സിൽ. ഇനിയൊക്കെ പറഞ്ഞേ ഇത് പവർ ഗ്രൂപ്പിന്റെ ഒരു പ്രശ്നം നടക്കുന്നുണ്ടോ? അതൊരു ബെൽറ്റ് ഗ്രൂപ്പ് ആയിട്ടാ പറയുന്നത്. അബാമിന്റെ കൂടെ ഒരു ബെൽറ്റ് ഗ്രൂപ്പ്, പവർ ഗ്രൂപ്പും ബെൽറ്റ് ഗ്രൂപ്പും. ചേച്ചിയാ ശരിക്കും പവർ ഗ്രൂപ്പ്. ഇവിടെ എത്ര ആർട്ടിസ്റ്റിനെ കൊണ്ട് കിട്ടിയിട്ട് ഇത്രയും ആർട്ടിസ്റ്റുള്ള വേറെ പടോട്ട് അടുത്ത കാലത്ത് 2020 മിനി 2020 അങ്ങനെ നോക്കും അല്ലേ. ഇനി ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ട്. അജു, സൈജു ഏട്ടൻ, രമേശ് ഏട്ടൻ. അപ്പൊ ഇതൊരു 2020 എനിക്ക് തോന്നുന്നു ബാബു ചേട്ടൻ. ഇത് ആ 2020 ശേഷമുള്ള അതൊരു 2020 ആണ്. അപ്പൊ ഇതിനേക്കാളും വലിയ ഗ്രൂപ്പ് എന്ന് പറയില്ല എന്നെ സംബന്ധിച്ചാണ്. എന്നോട് ചോദിച്ചാൽ ഇതാണ് ഏറ്റവും വലിയ പവർ ഗ്രൂപ്പ്. ഇതേ കാണ് പവർ ഗ്രൂപ്പ് ഞാനാണ്, ഞാൻ നയിക്കുന്ന പവർ ഗ്രൂപ്പ് ആണല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന എണ്ണം നോക്കുമ്പോ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത ഞാനാണ്. അങ്ങനെ നോക്കുമ്പോ ഇപ്പം ബാബുവേട്ടനെ പറ്റി, കാരണം ബാബുവേട്ടനെ പറ്റിയൊക്കെ കുറെ ഇത് വന്നല്ലോ. അപ്പൊ എന്ന് വെച്ചാൽ ഇവർ അവസരം ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ബാബുവേട്ടനൊക്കെ എന്റെ അറിവില് ഞാൻ വല്ലപ്പോഴും ബാബുവേട്ടനെ വിളിച്ചിട്ട് ബാബുവേട്ട നമ്മളൊരു പടമുണ്ട്, പരിപാടി ഉണ്ടെന്നുണ്ട് ബാബുവേട്ടൻ ഞാൻ വിളിച്ചിട്ട് നമ്മുടെ സിനിമകളിലൊക്കെ ഭാഗമാക്കാറുണ്ട്. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ അവസരം ഇല്ലാതാക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ പവർ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് എന്താണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷെ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്? അവസരം ഇല്ലാതാക്കലായിരിക്കുമല്ലോ പ്രധാനമായി ചെയ്യുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന ഞാനാണ്. അപ്പൊ ഞാനായിരിക്കണമല്ലോ. അപ്പൊ അതെ, അങ്ങനെ നോക്കുമ്പോ ഞാനായിരിക്കണം അവസരം ഇല്ലാതാക്കുന്ന ഒരാൾ. അപ്പൊ ഞാൻ വെറുതെ തമാശയോടെ പറഞ്ഞതാണ്. കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും സത്യാവസ്ഥയുണ്ട്. അവർ അനുഭവിച്ച ദുരനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും അതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ചില കാര്യങ്ങളോട് നമുക്ക് കേട്ട കാര്യങ്ങളോട് നമുക്ക് യോജിപ്പുള്ള കാര്യങ്ങളൊന്നായിരുന്നു ഈ പവർ ഗ്രൂപ്പ്. കാരണം എന്റെ അറിവിൽ അങ്ങനെ ഒരു ഗ്രൂപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫേവറേറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ ഒരു സമയത്ത് വിനീത് ശ്രീനിവാസന്റെ ഗ്രൂപ്പ്, ആഷിക്ക ഒരു ഗ്യാങ്, അങ്ങനെ ഒരു ഫേവറേറ്റിസം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്തായാലും എന്തൊക്കെ പറഞ്ഞാൽ. അല്ലാതെ അതിന്റെ മുകളിൽ ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സാധനമൊന്നും
ഇത്രയും കാലം എന്റെ എനിക്ക് മനസ്സിലായ സംഭവം എന്ന് വെച്ചാൽ ഈ പവർ ഗ്രൂപ്പിൽ ചിലപ്പോൾ നമ്മളും ഉണ്ടാവും. നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവർ ഇപ്പൊ ഞാനും ധ്യാനം ഫ്രണ്ട്സാണ്. അപ്പൊ ഞാൻ പടം ചെയ്യുമ്പോ ധ്യാൻ മതി, അപ്പൊ അവിടെ വേറെ അവസരം പോകും. അപ്പൊ നമ്മൾ പരമാവധി എന്താന്ന് വെച്ചാല് കൺസിഡർ ചെയ്യുക എല്ലാവരും. അത്രേ ഉള്ളൂ. അതിനപ്പുറം അതിനൊരു ഗ്രൂപ്പിസം എന്നൊക്കെ നമ്മൾ ആദ്യമേ പറയില്ല. ബെൽറ്റ്, ട്രിവാൻഡ്രം ബെൽറ്റ്, കൊച്ചി ബെൽറ്റ്, മറ്റേ ബെൽറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അത് ഇഷ്ടമുള്ള ആൾക്കാർ ഇപ്പൊ നെപ്പോ കിഡ്സിനെ വെച്ചിട്ടാണ് ഏട്ടൻ വർഷങ്ങൾക്ക് ശേഷം ചെയ്തത്. എന്ന് വെച്ചാൽ എല്ലാ മക്കളും ബിബിൻ ജോർജിനൊക്കെ വിളിക്കായിരുന്നു ധ്യാന്റെ ക്യാരക്ടർ ചെയ്യാൻ. അപ്പൊ ഞാൻ പറയാൻ ആ രീതിയിൽ വിനീത് ശ്രീനിവാസൻ പവർ ഗ്രൂപ്പിൽ എന്തല്ലേ അങ്ങനെ പറഞ്ഞു വരുമ്പോ അല്ലേ വെച്ചാൽ പുള്ളിയുടെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഗ്രൂപ്പ് എന്നും ഉണ്ടല്ലോ, അതെന്നും നിലനിൽക്കുന്ന ഒന്നാണ്. പക്ഷെ എനിക്ക് അപ്പോഴും മനസ്സിലാവാതെ പോയ ഒരു ടേം ഈ പവർ ഗ്രൂപ്പാണ്. എന്താണ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഇതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അവിടെ തന്നെയുള്ള പലരും പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും. ഒരു പ്രാവശ്യം രാജിവെച്ചാണ് വീണ്ടും കമ്മിറ്റിയിലുണ്ടായിരുന്നല്ലേ? അത് നല്ലല്ലേ? ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കപ്പോ ചേട്ടൻ എന്തി കുറെ ഫേക്ക് അലിഗേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ചേട്ടൻ കണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അത് പ്രൂവ് ചെയ്ത് ഫേക്ക് അലിഗേഷൻ ആണ് പ്രൂവ് ചെയ്ത് തെളിഞ്ഞു. പക്ഷെ ചേട്ടൻ വീണ്ടും കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ആരോ എന്നെ എതിർക്കുന്ന രീതിയിലാണ് കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത്. കേട്ടിട്ടുണ്ടാവും ചോദിക്കുന്നത് എന്താ? അല്ല, ആദ്യം കംപ്ലൈന്റ് കൊടുക്കേണ്ടത് മാനനഷ്ടത്തിന് ആ സ്ത്രീക്കെതിരെയാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത്. കാരണം അത്രയും ഇങ്ങനൊരു നിൽക്കുന്ന ഒരാളെ പറ്റി ഇങ്ങനൊരു അലിഗേഷൻ പറയുമ്പോൾ അവര് പറഞ്ഞത് തുടക്കം മുതലേ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമാണല്ലോ അവർ പറഞ്ഞത്. അതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ലെന്ന് അത് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പൊ പിന്നെ ഇതായിട്ട് അനുബന്ധിച്ചായിട്ട് വന്നിട്ട് ആ ഡേറ്റിൽ നമ്മുടെ അവിടെ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലായിരുന്നു നിവിൻ ആ സമയത്ത് 15 തീയതികൾ. അപ്പം അതില് ഒരു കാരണം ഇപ്പൊ സംഭവം വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും മോശം അനുഭവം ഉണ്ടായുള്ള സ്ത്രീകളെ ഒക്കെ വരുമ്പോ ഇവരെ പോലത്തെ ആൾക്കാർ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു നമ്മൾ ഏത് വിശ്വസിക്കണം, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയുന്ന പോലത്തെ കുറെ എല്ലാവരും ശരിയാണെന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും ആൾക്കാർക്കും എല്ലാവർക്കും. കാരണം ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഉടനെ കേസ് എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ആര് പറഞ്ഞാലും നെക്സ്റ്റ് സെക്കൻഡ് പ്രതിയാക്കുകയാണ്. അപ്പം അതോടൊപ്പം തന്നെ ഇതിനൊക്കെ കൃത്യമായി തെളിവില്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കില്ല. ഇതിനോടൊപ്പം തന്നെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസും ഉണ്ടാവണം ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അത് എനിക്ക് തോന്നുന്നു നിവിന്റെ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ തള്ളിപ്പോയി. കൃത്യമായിട്ട് ആൾക്കാർക്കും കേൾക്കുന്നവർക്കും എനിക്ക് തോന്നുന്നു പോലീസുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവണം ഇതിനോടൊക്കെ. നമ്മളെല്ലാരും റഹ്മാൻഖാൻ ഇപ്പോ വീണ്ടും മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു റഹ്മാൻഖാൻ? മൊത്തത്തിൽ നേരത്തെ പറഞ്ഞെങ്കിലും ഈ സിനിമയിൽ അഭിനയ സമയത്തും നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് റഹ്മാൻഖായിട്ടുള്ള ഒരു കോമ്പോ എങ്ങനെയായിരുന്നു? അതിനപ്പുറം ഇത്രയും റഹ്മാൻക്ക് ഇത്രയും ബ്രേക്ക് എടുത്താണോ എനിക്ക് തോന്നുന്നു, ഇത്രയും ഗ്യാപ്പ് എടുത്തതാണോ മലയാള സിനിമ? അല്ലെങ്കിൽ ആണല്ലേ മനഃപൂർവ്വം എടുത്ത ഗ്യാപ്പാണല്ലേ? കാരണം ഇക്ക ഹ്യൂമർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് കാലത്തിന് ശേഷം ഹ്യൂമർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇക്ക ഹ്യൂമർ ചെയ്യുന്നത് കാണാൻ അല്ലെങ്കിൽ അത് കാണാൻ വേറെ അഴകുണ്ടായിരുന്നു അല്ലെ? അതിന്റെ ഒരു സാധനം ഇതിനകത്ത് കാണും എന്തായാലും ഡെഫിനറ്റ് ആയിട്ടും. പിന്നെ ഏറ്റവും നമ്മൾ ഇതാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ട്രെയിലർ കണ്ട ആൾക്കാരൊക്കെ പറയുന്നത് വെച്ചാൽ മമ്മൂക്കയാണ്. അപ്പോ ഏജന്റ് റിവേഴ്സ് ഗിയർ എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് എടുത്തു പറയാവുന്ന ഇത്രയും സുന്ദരനായ നായകൻ എന്താ പറയണ്ടേ മമ്മൂക്കയ്ക്ക് ശേഷം അല്ലെങ്കിൽ മമ്മൂക്കയോടൊപ്പം തന്നെ നമ്മള് സ്ക്രീനിൽ കണ്ടപ്പോ എനിക്ക് പല സീക്വൻസിലും ട്രെയിലർ കണ്ടപ്പോൾ മമ്മൂക്കനെ ഓർമ്മ വന്നു. അല്ലെ മമ്മൂക്കനെ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു പ്രസൻസും അല്ലെങ്കിൽ ഇമ്പാക്ട് നമുക്ക് പല ട്രെയിലറിന്റെ പല മൊമെന്റിലും. കാരണം ഞാൻ ഉള്ള സീനുകളിലൊക്കെ അല്ലാതെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ശരിക്കും മമ്മൂക്കനെ സ്ക്രീനിൽ കാണുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഞാൻ ചേട്ടാ സ്വന്തം പടങ്ങളെ കുറിച്ച് ഓവർ ഷൂട്ടിംഗ് പ്രേക്ഷകരുള്ള കാര്യം ഉള്ള പോലെ പറയുന്ന ഒരു ആക്ടറാണ്. അപ്പം ബാഡ് ബോയ്സിനെ കുറിച്ച് ഉള്ള പോലെ പ്രേക്ഷകർ പറയുകയാണെങ്കിൽ ആയിരിക്കും. ഞാൻ ഒന്ന് 4-5 ദിവസമേ ഉള്ളൂ ഞാൻ. പിന്നെ ഫെസ്റ്റിവലാണ്. ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് സ്വാഭാവിക ക്ലാഷ് ഉണ്ട്. നമ്മള് കഴിഞ്ഞ വിഷു നമ്മൾ തൂക്കിയില്ല. അതുകൊണ്ട് ഈ ഓണം നമ്മൾ തൂക്കും. തൂക്കില്ലല്ലോ, അത് വിട്ടു. എല്ലാ തവണ നമ്മൾ വിട്ടുകൊടുക്കില്ല.
കാരണം കഴിഞ്ഞ തവണ പരിപാടി നമ്മള് കുറച്ച് നാടകവും നമ്മള് കുറച്ച് ഇമോഷണൽ സൈഡ് ആയിരുന്നു. പക്ഷെ ഇത്തവണ നമ്മൾ അതല്ല, ഇത്തവണ നമ്മള് കട്ട കമേഴ്ഷ്യൽ ഇതാണ്. അതിന്റെ കൂടെ നാടകവും ത്രില്ലറൊന്നും വരണ്ട, അതിന്റെ സൈഡായിക്കോളും കുറച്ച് 3 ദിവസം കഴിയും. എനിക്ക് അല്ല, പക്ഷെ അപ്പോഴും കാര്യമെന്ന് വെച്ചാൽ കൂടെയുള്ള പടങ്ങള് ഒന്ന് അടുത്ത സുഹൃത്ത് അലിസ്റ്റൻ സ്റ്റീഫിന്റെ പടം, ആ വീക്കെൻഡിന്റെ അടുത്ത പടത്തില് ഞാനാണ് നായകൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ സിനിമ മാത്രമല്ല ഏറമും കിഷ്കിന്താകാണ്ടം, അതോടൊപ്പം തന്നെ കൊണ്ടൽ, ഗാങ്സ് ഓഫ് മാധവിന്റെ ഫസ്റ്റ് പടം, ഡെബ്യൂ പടം. അതുകൊണ്ട് എടുത്ത് പറയണം, നിങ്ങളൊക്കെ പറയണം. അതിന് സുരേഷങ്ങളുടെ മകന്റെ ഫസ്റ്റ് പടമാണ് കുമ്മാട്ടിക്കളി. ഇത്രയും സിനിമകളുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി ഫെസ്റ്റിവൽ ആകുമ്പോൾ എല്ലാ സിനിമകൾക്കും സ്പേസ് ഉണ്ട്, എല്ലാ സിനിമകൾക്കും അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട്. കാരണം നമ്മളൊക്കെ ഒരു കാലത്ത് ഒരു സിനിമ കഴിഞ്ഞാൽ ഓണത്തിനൊക്കെ ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് പോയി 2-3 സിനിമകൾ കണ്ടിരുന്ന സമയമുണ്ട്. അപ്പം അതേപോലെ ഒരു ഈ ഹേമപ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുത്ത് നിൽപ്പുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഓണക്കാലം അത് സിനിമയ്ക്ക് എല്ലാ രീതിയിലും ഗുണം ചെയ്യട്ടെന്ന് ആശംസിക്കുന്നു. എല്ലാ സിനിമകളും ഓടട്ടെ എന്ന് ആശംസിക്കുന്നു. ചേട്ടാ, ഇപ്പൊ ട്രെയിലറിൽ പറയുന്നുണ്ട് ഇവരെക്കാളിലും വലിയൊരു ബാഡ് ബോയ് ആണ് ഞാനെന്ന്. അപ്പൊ ആ ഒരു ബാഡ് ബോയ് ക്യാരക്ടർ പിടിക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടി? ഞാൻ ക്യാരക്ടർ പിടിക്കാറില്ല, അറിയില്ല. ഞാൻ തലേദിവസം വന്ന് വേറെ പടത്തിൽ വന്നിട്ട് അങ്ങനെ വന്നിട്ട് അടുത്ത പടം ചെയ്ത് പോകുന്ന ആളല്ലേ. അവർക്ക് പറയുന്ന സാധനം ചെയ്യുക പോവാന്നല്ലാതെ നമ്മള് എന്നെ സാരം ഉണ്ടായിരുന്നു അവിടെ. അവൻ കൃത്യമായിട്ട് അവൻ എഴുതി വെച്ച എന്താണെന്നുള്ളത് അവൻ കൃത്യമായിട്ട് കാണിച്ച് പറഞ്ഞു തരുന്നു. നമുക്ക് എളുപ്പമായിരുന്നു. അതുകൊണ്ട് 2025 അടുത്ത ഡയറക്ടർ മൂവി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതോ ഇന്റർവ്യൂ അറിയില്ല. അപ്പൊ അതില് റഹ്മാൻ സാറിനെ കാസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? അതൊക്കെ ചോദ്യ കാസ്റ്റ് ചെയ്യാൻ ഇക്ക ചെയ്യുവാന്ന് ചോദിക്കുക. ഇക്ക മലയാളം വിട്ടിരിക്കുക. അപ്പോഴാ കൈയാണ്. അപ്പോ അല്ല, നമ്മളൊക്കെ ഇവരുടെയൊക്കെ ഡേറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരല്ലേ നമ്മള്. അതുകൊണ്ട് ഒക്കെ ചെയ്യാന്ന് ഇപ്പൊ വാക്ക് പറഞ്ഞപ്പോ എന്നെ പറഞ്ഞ സന്തോഷം. ഈ ഇപ്പൊ ഓണത്തിലുണ്ടല്ലോ ഒരുപാട് ആഡ് ഫിലിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ബിസിയാണ്. ലാലേട്ടനെക്കാട്ടിയും കൂടുതൽ ഈ ഓണത്തിനകത്ത് എക്സ്പ്ലോർ ചെയ്തത് ആഡ് ഫിലിംസിന്റെ ലാലേട്ടനെ മൈച്ചിക്ക് എന്നെ വിളിച്ചിട്ട് എനിക്ക് ഡേറ്റില്ലായിരുന്നു, പോകാൻ പറ്റില്ല. നീരജ് ചെയ്തല്ല, മൈജിക്ക് വിളിച്ച സമയത്ത് ബേസിലും ഞാനായിരുന്നു. ഞാൻ ആ തിരിയുടെ മലയാളിക്ക് പറഞ്ഞാൽ അവര് പറയുന്ന പൈസക്ക് പോവാം, പറയുന്ന പൈസക്ക് പോവാം. അവരപ്പോ ലാലേട്ടനേക്കാളും പൈസ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ലാലേട്ടനെ പോലെ ഇത്രയും പൈസ ഇല്ല മോനെ, വേണമെങ്കിൽ വന്ന് ചെയ്താൽ മതി എന്ന് അവര് പറഞ്ഞു മൈജിക്കാര്. അങ്ങനെ അത് പോയി. ഞാൻ ഡിജിറ്റൽ അല്ലടാ, ഞാൻ ഇതിലോട്ട് ടിവിയിലോട്ട് വരാറില്ല. പലരും പറയാറുണ്ട് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്, എപ്പോഴും നോക്കാൻ മേലെ കുറച്ചുകൂടെ കുറച്ച് ആറ്റിറ്റ്യൂഡ് പിടിക്കാൻ മേലെ എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ പിടിച്ച സിനിമ ഇല്ലാതെ ആയിപ്പോയല്ലോ. എന്തിനാ ഇപ്പൊ ഉള്ളത് പോലെ പോട്ടേന്നേ, അതല്ലേ നല്ലത് അല്ലേ? ചേട്ടാ കൈ ഒടിഞ്ഞ കഥ പറയുന്നത് അത് ഇവിടുത്തെ നമ്മുടെ ഈ ഇതിനകത്ത് നിന്ന് മാറിപ്പോകും. കൈ ഒടിഞ്ഞൊന്നുമില്ല. ലുക്മാൻ ഒരു പടം ഹർഷദ് എന്റെ ഉണ്ടയുടെ ഒക്കെ പുള്ളിയുടെ പടത്തിന്റെ ഷൂട്ടിനിടയിൽ ഒന്ന് ചവിട്ടിയപ്പോ തെറിച്ചു പോയി, റിസ്റ്റ് ഒന്ന് പൊട്ടി, സർജറി കഴിഞ്ഞ് പ്ലേറ്റ് ഇട്ടു കഴിഞ്ഞു. സോഫി ചേച്ചിയുടെ പടം ചെറിയൊരു ആക്ഷൻ ഉണ്ട്. പിന്നെ അതിനെ ഫോളോ ചെയ്യുന്ന 1-2 പടങ്ങളൊക്കെ ചെറുങ്ങനെ കുറെ പടങ്ങൾ ചെയ്യുന്നു, കുറെ ആഡ് ചെയ്യുന്നു, കുറെ ഇനാഗ്രേഷൻ ചെയ്യുന്നു. എവിടെയാണ് ഈ പടങ്ങൾ? പൈസ ഇൻകം ടാക്സിലാണ്. എടാ അതൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ. എന്തിനാ ഇപ്പൊ അതിന്റെ അറിഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ ഇവിടെ ഒന്ന് പറയണോ? രീതിയിൽ ചോദിച്ചു കോമഡിക്ക് ടൈമായി. സീരിയസ് തന്നെയാണ്. ഇനി ഇന്ന് ഒരു വലിയ വാർത്ത വന്നു. താങ്കൾ അമ്മ സംഘടനയുള്ള ആളാണ്. ഇപ്പൊ പൂർണ്ണമായിട്ടും എല്ലാവരും രാജിവെച്ച സംഭവത്തിൽ നിൽക്കുകയാണ്. ഇന്ന് ബി ഉണ്ണികൃഷ്ണൻ ഒരു സംഭവം പറഞ്ഞിരിക്കുന്നു. താരസംഘടനയിൽ 20 പേര് ബി ഉണ്ണികൃഷ്ണൻ സമീപിച്ച് ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും ചർച്ച നടത്തിയിരുന്നു? അതേക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ? എനിക്കിപ്പോ ഇവിടെ ഇരിക്കുന്ന 20 പേരെ കുറിച്ച് മാത്രമേ അറിയാമോ, വേറെ ആൾക്കാരെ കുറിച്ച് ഒന്നും അറിയില്ല.
വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മുടെ വേറെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എനിക്കറിയില്ല. ഈ 20 പേരെ കുറിച്ചും പറയാം. നിങ്ങൾ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല അല്ലേ? ഹൈദരാലിക്ക് വേറെ പണിയില്ല, ബാഡ് ബോയ്സിനെ കുറിച്ച് സംസാരിക്കും. അല്ല ഇതിനകത്ത് ഹൈദരാലി അഭിനയിച്ചിട്ടുണ്ട്, അതൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതറിഞ്ഞോ? പറഞ്ഞോ? പറഞ്ഞില്ലേ? ഹൈദരാലി ഇത്തിരി അകന്നിരിക്കുന്ന ഒരു കസേര ഇട്ടിട്ട് അവിടെ ഇരിക്കാന്നുള്ളത്. ഇതിൽ പത്രപ്രവർത്തനമല്ല പറയാവുന്ന ചോദ്യം. ഞങ്ങള് തമ്മിൽ അഡോക് കമ്മിറ്റി ഉണ്ട്, പക്ഷെ അവര് തമ്മിൽ ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ സഞ്ചരിക്കുന്നത് ഈ ഗ്രൂപ്പിന്റെ കൂടെയാണ് 20 ദിവസമായിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ 20 പേരെ കുറിച്ചാണ് എനിക്കറിയാവുന്നത്. കൃത്യമായിട്ട് എല്ലാ കാര്യവും അറിയാം. ബാലയുടെ തന്നെ എല്ലാ സീക്രട്ടും എനിക്കറിയാം, ബാല ഉൾപ്പെടെയുള്ളത്. പുറത്ത് വന്ന ഷൂട്ട് ചെയ്തിട്ട് ചോദ്യങ്ങൾ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പോ നാളെ സെപ്റ്റംബർ 13-ാം തീയതി ബാഡ് ബോയ്സ് റിലീസ് ആകുന്നു. അബാവ് ബോയ്സ് ഒമർ ലുലുവിന്റെ ഒരു ഫൺ ഫിലിം. സോ നിങ്ങളെല്ലാവരും സിനിമ കാണുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.